ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറേഞ്ചിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം, മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ ആ ദുഃഖ വാർത്ത അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാമായ ഭാര്യയ്ക്കും പൈസ കിട്ടാണ്ടത്രേ. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, എന്നാൽ പിന്നെ ഇതിനെതിരെ കമ്പനിയുടെ ഈ തെണ്ടിത്തരത്തിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ കാര്യം. ഭാര്യയ്ക്ക് പോലെ നിഷ്കളങ്കനായ, അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരാളെ പോലും ചതിച്ച കമ്പനിയാണ് ഹൈറിച്ച് എന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഭാര്യയ്ക്ക് എന്ത് പറ്റി? ഭാര്യയ്ക്കാണ് ക്രിപ്റ്റോയുടെ എല്ലാ ചുമതലകളും വഹിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ HRC ക്രിപ്റ്റോ എന്ന തട്ടിപ്പിൻ്റെ മുഖ്യ പ്രൊമോട്ടറായിരുന്നു ഭാര്യയ്ക്ക. പക്ഷേങ്കിൽ ഭാര്യയ്ക്ക് തെറ്റുപറ്റിയത്, ഭാര്യയ്ക്ക ഇതിലുണ്ടാക്കിയ പൈസ തിരിച്ചും ഹൈറിച്ച് തന്നെ തിരിച്ചു നിക്ഷേപിച്ചു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ജിനിലിനെ പോലെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയോ, അല്ലെങ്കിൽ നമ്മുടെ സുൽത്താൻ ഷബീബ് ഷായെ പോലെ വാഹനങ്ങൾ, ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടുകയോ, നമ്മളെ ബെൻസൊക്കെ വാങ്ങിയ ആൾക്കാരെ പോലെ വാഹനങ്ങൾ വാങ്ങിക്കൂടുകയോ ചെയ്തിരുന്നെങ്കിൽ അത് മറച്ചു വിറ്റിട്ടെങ്കിലും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുത്തിട്ടെങ്കിലും പൈസ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേങ്കിൽ ഭാര്യയ്ക്ക കമ്പനിയെ അങ്ങേയറ്റം വിശ്വസിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുണ്ടാക്കിയ കോടികൾ എല്ലാം തന്നെ ഇതിൽ തന്നെ മറച്ച് തിരിച്ചിട്ടു. അതിൽ നിന്ന് 5 ഇരട്ടിയും 10 ഇരട്ടിയും പ്രതീക്ഷിച്ച് അങ്ങനെ ഭാര്യയ്ക്കയും കടക്കാരനായി എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യയ്ക്ക് പറയുന്നത്, ഈ കമ്പനി തിരിച്ചു വന്ന് ആ പൈസ കിട്ടുന്നവരെ ഇതിനെതിരെ ഞാൻ കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ചെമ്മീനിലെ ഡയലോഗ് ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് ഓർത്തെടുക്കുക. എന്താണ് ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ നിഷ്കളങ്കനായാലോ? ഇത്രയും കാലം തട്ടിപ്പ് കമ്പനിയുടെ ഒപ്പം നിന്നിട്ട് ഇവന്മാർ തട്ടിപ്പുകാരാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായില്ലല്ലോ. ഭാര്യയ്ക്ക് പിന്നെ പറയുന്നത്, ഞാൻ വേറെ പണിക്കൊന്നും പോവില്ല, ഈ കമ്പനി തിരിച്ചു വന്നിട്ടേ നമ്മളതിന് വേറെ കാര്യം നോക്കുന്നുള്ളൂ എന്നാണ്. ഇതിനാണ് ഭാര്യയ്ക്ക് കളവ് പറയുന്നത്. ഭാര്യയ്ക്ക് തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഞാൻ കുറേ ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറേ ട്രേഡിങ് ചെയ്യുന്നുണ്ട്, പപ്പട കമ്പനിയുണ്ട്, അങ്ങനെ കുറേ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അതൊക്കെ നമ്മൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ ഭാര്യയ്ക്കാണ് പറയുന്നത്, നമ്മൾ വേറെ പണിയൊന്നും എടുക്കുന്നില്ല എന്ന്. അത് ഈ മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭാര്യയ്ക്ക. ബൈ.